സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധഃ അഥ ഷഡ്വിംശതിതമോധ്യായഃ. 10ാം സ്കന്ധത്തില് 26ാമത്തെ അധ്യായത്തിൽ നാം ഇന്ന് പഠിക്കുന്നത് ഗോപന്മാർ നന്ദഗോപരോട് കൃഷ്ണൻ ചെയ്ത അത്ഭുത കർമ്മങ്ങളെ പറ്റി പറയുന്നു. അപ്പോൾ നന്ദഗോപർ ഗർഗമുനി പറഞ്ഞത് ഓർമ്മിക്കുന്നു. കൃഷ്ണന്റെ അതിമാനുഷിക ഗുണങ്ങളെപ്പറ്റി ഗർഗമുനി പറഞ്ഞത് അവരോട് പറയുന്നു. ആ ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകവാച ഏവം വിധാനി കർമാണി ഗോപാകൃഷ്ണസ്യ വീക്ഷ്യത്തെ അതത് വീര്യവിദ പ്രോചു സമഭേത്യ സുവിസ്മിതാഃ. ഏവം വിധാനി കർമാണി ഗോപാഃ കൃഷ്ണസ്യ വീക്ഷ്യത്തെ അതത് വീര്യവിദഃ പ്രോചുഃ സമഭേത്യ സുവിസ്മിതാഃ. അതത് വീര്യവിദ, കൃഷ്ണന്റെ വീര്യത്തെ അറിയാത്തവരായ തേ ഗോപാഃ, ആ ഗോപന്മാർ കൃഷ്ണസ്യ, കൃഷ്ണന്റെ ഏവം വിധാനി, ഇപ്രകാരമുള്ള കർമാണി, കർമ്മങ്ങളെ വീക്ഷ്യ, കണ്ടിട്ട് സുവിസ്മിതാഃ, ഏറ്റവും ആശ്ചര്യമുള്ളവരായി സമഭേത്യ, അരികത്ത് വന്നിട്ട് പ്രോജുഹു, പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ ഓരോ ദിവസവും ഓരോ അത്ഭുത കർമ്മങ്ങളാണ് ചെയ്യുന്നത്. ഗോവർദ്ധന ഉദ്ധാരണം, അതിനു മുമ്പ് കാളിയമർദ്ദനം, പിന്നെ ഈ അസുരന്മാരെ വധിച്ചത്, ഇങ്ങനെയുള്ള അത്ഭുത കർമ്മങ്ങൾ കണ്ട് അവർക്ക് അതിശയമായി. പക്ഷേ കൃഷ്ണൻ ആരാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ കൃഷ്ണന്റെ മഹിമയെപ്പറ്റി അറിയാത്തവരായ അവർ ആശ്ചര്യപ്പെട്ട് കൃഷ്ണന്റെ അത്ഭുത കർമ്മങ്ങളെക്കുറിച്ച് നന്ദഗോപരുടെ സമീപത്ത് ചെന്ന് ഇപ്രകാരം പറയുന്നു. ഏവം വിധാനി കർമാണി ഗോപാകൃഷ്ണസ്യ വീക്ഷ്യത്തെ അതത് വീര്യവിദ പ്രോജു സമഭേത്യ സുവിസ്മിതാഃ. ശ്ലോകം 2. ബാലകസ്യ യതേതാനി കർമാണ്യത്യത്ഭുതാനി വൈ കഥം അർഹത്യസൗ ജന്മ ഗ്രാമേഷു ആത്മജുഗുപ്സിതം. ബാലകസ്യ യത് ഏതാനി കർമാണി അത്യ അദ്ഭുതാനി വൈ കഥം അർഹതി അസൗ ജന്മ ഗ്രാമേഷു ആത്മജുഗുപ്സിതം. ഗോപന്മാർ നന്ദഗോപരോട് പറയുകയാണ്, ഏതൊന്നു ഹേതുവായിട്ട് ബാലകസ്യ, ഈ കുട്ടിയുടെ, കൃഷ്ണന്റെ ഏതാനി കർമാണി, ഈ വിധം കർമ്മങ്ങൾ, അത്യത്ഭുതാനി വൈ, ആശ്ചര്യം തന്നെയാണ്. അപ്പോൾ കൃഷ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ ആശ്ചര്യം തന്നെയാണ്. അസൗ, ഇവൻ ആത്മജുഗുപ്സിതം, തനിക്ക് ഉചിതമല്ലാത്ത ഗ്രാമേഷു, ഗ്രാമവാസികളിൽ ജനനത്തെ കഥം, എങ്ങനെ അർഹിക്കുന്നു. അപ്പം നമ്മുടെ ഈ ഗോപന്മാരുടെ ഇടയിൽ, ഈ ഗ്രാമവാസികളുടെ ഇടയിൽ എങ്ങനെ ഇങ്ങനെ അത്ഭുത കർമ്മങ്ങൾ കാണിക്കുന്ന ഒരു കുട്ടി ജന്മമെടുത്തു, നമ്മുടെ ഇടയിൽ ജനനം സ്വീകരിച്ചത് എങ്ങനെയാണ്? അപ്പോൾ ഇവൻ്റെ ഈ മാതിരിയുള്ള അത്ഭുത കർമ്മങ്ങൾക്ക് ഉള്ള ജനനം ഇവിടെ അനുചിതമല്ലയോ എന്ന് ചോദിക്കുകയാണ്. എന്താണ് ഈ അത്ഭുത ബാലൻ നമ്മുടെ ഇടയിൽ ജന്മമെടുക്കാൻ കാരണം? ബാലകസ്യ യതേതാനി കർമാണ്യത്യത്ഭുതാനി വൈ കഥമർഹത്യസൗ ജന്മ ഗ്രാമേഷു ആത്മജുഗുപ്സിതം. ശ്ലോകം 3. യസപ്തഹയാനോ ബാല
കരേണൈകേന ലീലയാ കഥം ബിഭ്രത് ഗിരിവരം പുഷ്കരം ഗജരാടിവ. യഹ സപ്തഹായനഃ ബാലകഃ കരേണ ഏകേന, അതാണ് കരേണൈകേന, കരേണ ഏകേന ലീലയാ കഥം ബിഭ്രത് ഗിരിവരം പുഷ്കരം ഗജരാട് ഇവ. അപ്പോൾ കുട്ടിക്ക് എത്ര വയസ്സാണിപ്പോൾ? സപ്തഹായനക, 7 വയസ്സ് മാത്രം പ്രായമുള്ള യഹ ബാലക, യാതൊരു കുട്ടി ഗജരാട്, ഗജരാടെന്ന് വെച്ചാൽ ഗജ ശ്രേഷ്ഠൻ, ആനത്തലവൻ, പുഷ്കരം ഇവ, താമര എന്ന പോലെ. ഒരു വലിയ ആന ഒരു താമരപ്പൂവിനെ എടുത്താൽ എങ്ങനെ ഇരിക്കും? അതിന് നിഷ്പ്രയാസമല്ലേ ഒരു താമരപ്പൂ എടുക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെയാണ് ഒരു താമരപ്പൂലോ ഒരു വലിയ ആന എടുക്കുന്ന പോലെയാണ് ഈ കുട്ടി ഗിരിവരം, ഈ വലിയ പർവ്വതത്തെ, ഗോവർദ്ധന പർവ്വതത്തെ ലീലയ, കളിയായിട്ട് ഏകേന കരേണ, ഒരു കൈകൊണ്ട് ഭരിക്കുന്നതായിട്ട്, ഒരു കൈകൊണ്ട് ഉയർത്തിപ്പിടിച്ചതായിട്ട്. കഥം, എങ്ങനെ സാധിച്ചു ഈ കുട്ടിക്ക്? ആകെ 7 വയസ്സ് മാത്രം പ്രായമുള്ളൂ. ആ കുട്ടി എങ്ങനെയാണ് ഈ വലിയ ഗോവർദ്ധന പർവ്വതത്തെ 7 ദിവസം കൈകളിൽ താങ്ങി നിന്നത്? ഇത് അത്യത്ഭുതം തന്നെയാണ്. ഈ കുട്ടിയുടെ മഹിമ എന്താണ്? ഈ കുട്ടി ആരാണ്? എന്തിനാണ് നമ്മുടെ ഇടയിൽ ജനിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. യസപ്തഹയാനോ ബാല കരേണൈകേന ലീലയാ കഥം ബിഭ്രത് ഗിരിവരം പുഷ്കരം ഗജരാടിവ. ഇങ്ങനെ പറഞ്ഞിട്ട് ഇനി അവര് കൃഷ്ണൻ ചെയ്ത ഓരോ ലീലകളായിട്ട് പറയുകയാണ്. പൂതനാമോഷം മുതൽ ശകടാസുരവധം, തൃണാവർത്തവധം, ഇതെല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് നന്ദഗോപരോട് പറയുകയാണ്. ശ്ലോകം 4. തോകേന ആമീലിതാക്ഷേണ പൂതനായ മഹൗജസ പീതസ്തന സഹ പ്രാണൈ കാലേനേവ വയസ്തനോഹോ. തോകേന ആമീലിത അക്ഷേണ പൂതനായ മഹൗജസഃ പീതഃ സ്തനഃ സഹ പ്രാണൈഃ കാലേന ഏവ വയസ്തനോഹോ. ആമീലിതാക്ഷേണ, അതായത് കണ്ണുപോലും നേരെ തുറക്കാത്ത ചെറുപ്രായത്തിൽ, അതാണ് ആമീലിതേക്ഷേണ, ഏറ്റവും കണ്ണു ചിമ്മിയോ, അതായത് കണ്ണുപോലും നേരെ തുറക്കാത്ത ചെറുപ്രായത്തിൽ, തോകേന ആ ബാലനാൽ, മഹൗജസ ഏറ്റവും ശക്തയായ പൂതനായ, പൂതനയുടെ പ്രാണൈസഹ പ്രാണങ്ങളോടുകൂടി, സ്തനഹ സ്തനം, തനോഹോ ദേഹത്തിൻ്റെ, വയസ്കാലേനൈവ വയഹ വയസ്സ്, കാലേനൈവ കാലത്താൽ എന്ന പോലെ, അതായത് യൗവനത്തെ അപഹരിക്കുന്നത് പോലെ പീതഹ പാനം ചെയ്യപ്പെട്ടു. അപ്പോൾ കണ്ണ് ചിമ്മി തുറക്കാൻ പോലും കഴിയാത്ത ചെറുപ്രായത്തിൽ ആ പൂതന പാല് കൊടുക്കാൻ വന്നപ്പോൾ അവളുടെ പ്രാണങ്ങളോടുകൂടിയാണ് ഈ പാല് കുടിച്ചത്. അവളുടെ പ്രാണനെ പോലും വലിച്ചെടുത്തു. അപ്പോൾ യൗവനത്തെ കാലം അപഹരിക്കുന്നത് പോലെ ഭഗവാൻ അവളുടെ പ്രാണനെ അപഹരിച്ചു. അതൊക്കെ നമ്മൾ വ്യക്തമായിട്ട് നേരത്തെ പഠിച്ചേണ്. തോകേന ആമീലിതാക്ഷേണ പൂതനായ മഹൗജസ പീതസ്തനം സഹ പ്രാണൈ കാലേനേവ വയസ്തനോഹോ. ശ്ലോകം 5. ഹിന്വദോധ ശയാനസ്യ മാസ്യസ്യ ചരണാവുദ അനോ അപതത് വിപര്യസ്തം രുദത പ്രപതാഹതം. ഹിന്വതഃ അതഃ ശയാനസ്യ മാസ്യസ്യ ചരണാവ് ഉദക്, ചരണൗ ഉദക്, അതാണ് ചരണാവുദക്. അനഹ അപതത് വിപര്യസ്തം രുദതഃ പ്രപതാഹതം. ഖിന്നോ അതഃ, അതഃ കീഴ്ഭാഗത്തിൽ, ശയാനസ്യ കിടക്കുന്നവനും, അതായത് ശകടാസുര വധമാണ് പറയുന്നത്. ഒരു വണ്ടിയുടെ കീഴ്ഭാഗത്ത് കിടക്കുന്നവനും, മാസ്യസ്യ മാസങ്ങൾ മാത്രം പ്രായമുള്ളവനും,
രുദത കരയുന്നവനും, ചരണവും പാദങ്ങളെ ഊർധ്വഭാഗത്തിൽ ഹിന്വത കുടയുന്നവനുമായ അവൻ്റെ പ്രപതാഹതം പാദാഗ്രത്താൽ ഹനിക്കപ്പെട്ടതായിട്ട് അനഹ ശകടം വിപര്യസ്തം വിപരീതമായിട്ട് പതിച്ചു. ഇപ്പോൾ 3 മാസം മാത്രം പ്രായം തികഞ്ഞ് നിലത്ത് കിടന്ന് കരഞ്ഞ് കാലടിച്ചു കൊണ്ടിരിക്കുന്ന അവൻ്റെ കാലുകൾ മുകളിലേക്ക് ഉയർത്തിയപ്പോൾ ആ ചവിട്ട് കൊണ്ടതിനാൽ ആ ശകടം, ആ വണ്ടി പൊട്ടിപ്പൊളിഞ്ഞുപോയി. അതെങ്ങനെയാണ് വീണതെങ്ങനെയാണ്? ഈ കൊച്ചുകുട്ടിക്ക് ഇതെങ്ങനെ സാധിച്ചു? ഇത് ആശ്ചര്യമല്ലയോ? ഹിന്നതോദശയാനസ്യ മാസ്യസ്യ ചരണാവുദ അനോ അപദത് വിപര്യസ്തം രുദത പ്രപതാഹതം. ശ്ലോകം 6. ഇനി അടുത്ത തൃണാവർത്തവധത്തെക്കുറിച്ച് പറയാൻ. ഏകഹയാന ആസീനോ ഹ്രിയമാണോ വിഹായസ ദൈത്യേന യസ്തൃണാവർത്തം അഹൻ കണ്ഠഗ്രഹാതുരം. ഏകഹായന ആസീനഃ ഹ്രിയമാണഃ വിഹായസ ദൈത്യേന യഹ തൃണാവർത്തം അഹൻ കണ്ഠഗ്രഹാതുരം. ഏകഹായനഃ 1 വയസ്സ് മാത്രം പ്രായമുള്ളവനും, ആസീന ഇരുന്ന് കളിക്കുന്നവനും, ദൈത്യേന അസുരനാൽ, വിഹായസ ആകാശത്തിൽ കൂടി ഹ്രിയമാണ ഹരിക്കപ്പെട്ടവനുമായ ഇവൻ തൃണാവർത്തനെ കണ്ഠഗ്രഹാതുരം കഴുത്തിൽ പിടിച്ച് ഞെക്കി ദുഃഖിപ്പിച്ചവനായിട്ട് അഹൻ കൊന്നു. അപ്പോൾ 1 മാസം മാത്രം പ്രായമുള്ളപ്പോൾ തൃണാവർത്തൻ ഇവനെ എടുത്തുകൊണ്ട് പോയപ്പോൾ അവൻ്റെ കഴുത്തിൽ പിടിച്ച് ഞെക്കി അവനെ കൊന്നു. ഏകഹായനാസീനോ ഹ്രിയമാണോ വിഹായസ ദൈത്യേന തൃണാവർത്തം അഹൻ കണ്ഠഗ്രഹാതുരം. ഇനി അടുത്ത ഉലൂഹല ബന്ധം ഞാൻ പറയുകയാണ്. കശ്ചിത് ഹൈയംഗവസ്തൈന്യേ മാത്രാബദ്ധ ഉലൂഹലേ ഗച്ഛൻ അർജുനയോർ മധ്യേ ബാഹുഭ്യാം അപാദയത്. കശ്ചിത് ഹൈയംഗവസ്തന്യേ മാത്രാബദ്ധ ഉലൂഹലേ ഗച്ഛൻ അർജുനയോഹോ മധ്യേ ബാഹുഭ്യാം താവ അപായത്. തൗ പ്ലസ് അപാദയത് അതാണ് താവപാദയത്. തൗ പ്ലസ് അപാദയത്. ക്വചിത് ഒരിക്കൽ, ക്വചിത് ഹയ്യംഗവ സ്തന്യേ ഹയ്യംഗവസ്തൈന്യേ. ഹയ്യംഗം എന്ന് വെച്ചാൽ വെണ്ണ, സ്തൈന്യം എന്ന് വെച്ചാൽ കട്ട് തിന്നപ്പോൾ, വെണ്ണ കട്ട് തിന്നപ്പോൾ മാതാവിനാൽ ഉലൂഖലെ ഉരലിൽ ബദ്ധഹ ബന്ധിക്കപ്പെട്ടവനായി. അതായത് ഉലൂഖല ബന്ധം നമ്മൾ ശരിക്കും പഠിച്ചു. വെണ്ണ കെട്ടതല്ല, തൈർകല ഉടച്ചിട്ട് വെണ്ണയും വാരിക്കൊണ്ടോടിയതാണ്. അപ്പോൾ വെണ്ണ കെട്ട് തിന്നപ്പോൾ മാതാവിനാൽ ഉലൂഖലെ ഉരലിൽ ബദ്ധഹ ബന്ധിക്കപ്പെട്ടവനായി അർജുനയോഹോ ആ മരുതുമരങ്ങളുടെ മധ്യേ നടുവിൽ ബാഹുഭ്യാം കൈകൾ കൊണ്ട് ഗച്ഛൻ സഞ്ചരിക്കുന്നവനായി. അതായത് മുട്ടുകുത്തി കാലും കൈയും കൊണ്ട് സഞ്ചരിക്കുന്ന ആ സമയത്താണ് ഈ ഉരലിനെയും വലിച്ചുകൊണ്ട് പോയി ആ 2 മരുത്തുമരങ്ങളുടെ ഇടയിൽ കൂടി പോയപ്പോൾ ആ മരുത്തുമരങ്ങളെ അവയെ അപാദയ വീഴ്ത്തിയത്. അപ്പോൾ അത് 1 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് ഇതൊക്കെ ചെയ്യുന്നത്. ക്വചിത് ഹയ്യംഗവസ്തൈന്യേ മാത്രാബദ്ധ ഉലൂഖലേ ഗച്ഛൻ അർജുനയോർ മധ്യേ ബാഹുഭ്യാം താവപാദയത്. ശ്ലോകം 5. ഇനി ബകാസുരവധമാണ് പറയുന്നത്. വനേ സഞ്ചാരയൻ വത്സാൻ സരാമോ ബാലകൈർവൃത ഹന്തുകാമം ബഹം ദോർഭ്യാം മുഖതോ അരിം അപാടയത്. വനേ സഞ്ചാരയൻ വത്സാൻ സരാമോ ബാലകൈഹി വൃത. ബാലകൈ കുട്ടികളാൽ വൃത ചുറ്റപ്പെട്ടും, സരാമ രാമനോടുകൂടിയും, വത്സാൻ പശുക്കുട്ടികളെ, വനെ കാട്ടിൽ, സഞ്ചരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഇവൻ, അതായത് പശുക്കളെ ബലരാമനോടുകൂടി പശുക്കളെ മേയ്ക്കാൻ പോയപ്പോൾ ഹന്തുകാമം തന്നെ ഹനിക്കാൻ ആഗ്രഹിച്ച് വന്ന ബഗൻ എന്ന ശത്രുവിനെ, അതായത് ഒരു കൊക്കിൻ്റെ രൂപത്തിൽ വന്ന ബകാസുരനെ മുഖത്തെ ദോർഭ്യ കൈകൾ കൊണ്ട് അപാടെ നമ്മൾ വിസ്തരിച്ച് പഠിച്ചു അല്ലേ.
ബകാസുരൻ കൊക്കിന്റെ രൂപത്തിൽ വന്ന് ഭഗവാനെ വിഴുങ്ങാൻ നോക്കിയപ്പോൾ ഭഗവാൻ എന്ത് ചെയ്ത് 2 കൈകൾ കൊണ്ടും അവന്റെ ചുണ്ടിനെ വലിച്ച് കീറി അവനെ കൊന്നു, അപാടയൻ പിളർന്നു. വനേ സഞ്ചാരയൻ വത്സാൻ സരാമോ ബാലകൈർവൃത ഹന്തുകാമം ബകം ദോർഭ്യ മുഖതോം അരിം അപാടയ. ശ്ലോകം 9. അടുത്ത വത്സാസുരവധമാണ്. വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഘാംസയാ ഹത്വാന്യഭായതത്തേന കപിത്ഥാനി ച ലീലയാ. വത്സേഷു വത്സരൂപേണ, വത്സേഷു കുട്ടികളിൽ, വത്സരൂപേണ പശുക്കുട്ടികളുടെ വേഷത്തോടെ, പ്രവിശന്തം ജിഘാംസയാ, ജിഘാംസയാ പ്രവിശന്തം കൊല്ലുവാൻ ആഗ്രഹം കൊണ്ട് പ്രവേശിച്ച അവനെ ഹത്വാ കൊന്നിട്ട്, നിപാതയത് തേന, തേന അവനെ കൊണ്ട്, ലീലയ കളിയായിട്ട്, കപിത്താനി പ്രാളജ്ഞകളെ നിപാതയത് നിപതിപ്പിച്ചു. അതായത് വത്സാസുരൻ കൊല്ലാൻ വന്നപ്പോൾ എന്ത് ചെയ്തു, വത്സാസുരൻ്റെ കാലുകളെയൊക്കെ പിടിച്ച് ഒരു കറക്കം കറങ്ങിയിട്ട് ബ്ലാങ്ങ മരത്തിൻ്റെ മുകളിലോട്ട് എറിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, അവൻ ചത്തതോടൊപ്പം ബ്ലാങ്ങകളും കൂടെ താഴെ വീഴുന്നു. അപ്പോൾ ഇവർക്ക് ഇഷ്ടം പോലെ ബ്ലാങ്ങ കഴിക്കാനും കിട്ടി. അപ്പോൾ ഇത് ആശ്ചര്യമല്ലേ? വത്സേഷു വത്സരൂപേണ പ്രവിശന്തം ജിഘാംസയ ഹത്വാന്യപായതത്തേന കപിത്താനി ച ലീലയാം. അടുത്ത ധേനുകാസുരവധം പറയാണ്. 10. ഹത്വാ രാസഭ ദൈതേയം തദ്ബന്ധും ശബലാന്വിതഃ ചക്രേ താലവനം ക്ഷേമം പരിപക്വഫലാന്വിതം. ഹത്വാ രാസഭ ദൈതേയം തദ്ബന്ധുശ ബലാന്വിതഃ, ബലാന്വിതഃ ബലനോട്, ബലരാമനോടൊന്നിച്ച്, രാസഭ ദൈതേയം ധേനുകാസുരനെയും, തദ്ബന്ധൂഞ്ച അവൻ്റെ ബന്ധുക്കളെയും, ഹത്വ ഹനിച്ചിട്ട്, താലവനം താലവനത്തെ പരിപക്വ ഫലാന്വിത പഴുത്ത ഫലങ്ങളോട് കൂടിയതായിട്ടും, ക്ഷേമം പ്രവേശ യോഗ്യമായിട്ടും ചക്രേ ചെയ്തു. ഇപ്പോൾ ധേനുകാസുരൻ ആരെയും ആ താലവനത്തിൽ കയറ്റില്ലായിരുന്നു. അപ്പോൾ ബലരാമൻ ചെന്ന് ആ താലവന വൃക്ഷത്തെ കുലുക്കിയപ്പോൾ ധേനുകാസുരൻ ചാടി ഓടി വന്നു. അപ്പോൾ അവനെ എന്ത് ചെയ്തു, ധേനുകാസുരനെയും അതുപോലെ തന്നെ ചുഴറ്റി പൊക്കത്തിലെറിഞ്ഞു. അവൻ്റെ ബന്ധുക്കൾ വന്നു, എല്ലാവരെയും കൊന്നു. അപ്പോൾ ഈ താല വൃക്ഷങ്ങളിലോട്ട് വലിച്ചെറിഞ്ഞപ്പോൾ താലഫലങ്ങളെല്ലാം താഴെ വീണു, അവർക്കത് കിട്ടി. അപ്പോൾ അങ്ങനെയും ഒരു അത്ഭുതം അവൻ ചെയ്തു. ഹത്വാരാസഫദൈതേയം തദ്ബന്ധുശ്ച ബലാന്വിത ചക്രേ താലവനം ക്ഷേമം പരിപക്വഫലാന്വിതം. അടുത്തത് പ്രലംബാസുരവധമാണ് പറയുന്നത്. ശ്ലോകം 11. പ്രലംബം ഘാതയിത്വോഗ്രം ബലേന ബലശാലിന അമോചയത് വ്രജപശൂൻ ഗോപാം ചാരണ്യ വന്യതഃ. പ്രലംബം ഘാതയിത്വ ഉഗ്രം ബലേന ബലശാലിന അമോചയത് വ്രജപശൂൻ ഗോപാൻ ച അരണ്യ വഗ്നിതഃ. പ്രലംബാസുരനെ, ഉഗ്രം പ്രലംബം, ഉഗ്രനായ പ്രലംബാസുരനെ ബലശാലിന അതിബലമുള്ള ബലേന ബലരാമനെ കൊണ്ട് ഘാതയിത്വ കൊല്ലിപ്പിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പോഴാണ് അവിടെ കാട്ടുതീ പിടിച്ചത്. വ്രജപശുവിൻ വ്രജത്തിലെ പശുക്കളെയും ഗോപാഞ്ച ഗോപന്മാരെയും ആരണ്യ വന്യത കാട്ടുതീയിൽ നിന്ന് അമോചയൻ മോചിപ്പിച്ചു. ആ ദാവാഗ്നി മുഴുവൻ ഭഗവാൻ പാനം ചെയ്ത് അവരെ ആ കാട്ടുതീയിൽ നിന്ന് മോചിപ്പിച്ചു. അടുത്ത് കാളിയമർദ്ദനം. എല്ലാം ഒരു ശ്ലോകത്തിൽ ഓരോ സംഭവങ്ങളും പറയുകയാണ്. കാളിയമർദ്ദനത്തെ പറ്റി പറയാണ്. ആശീ വിഷതമാഹീന്ദ്രം ദമിത്വാ വിമതം ഹൃദാത് പ്രസഹ്യ ഉദ്വാസ്യ യമുനാം ചക്രേസൗ നിർവിഷോദകാം. ആശി വിഷതം അഹീന്ദ്രം, ആഹീന്ദ്രം ദമിത്വാ വിമതം ഹൃദാത് പ്രസഹ്യ ഉദ്വാസ്യ യമുനാം ചക്രേ അസൗ നിർവിഷ ഉദകാം. ആശീ വിഷത അഹീന്ദ്രം ക്രൂര വിഷജന്തുവായ കാളിയനെ ദമിത്വ അമർച്ച ചെയ്തിട്ട്, വിമതം മതരഹിതനായ അവനെ, അപ്പോൾ കാളിയൻ്റെ മതമൊക്കെ പോയി,
ഹൃതത്തിൽ നിന്ന് പ്രസഹ്യ ബലാൽക്കാരേണ ഉദ്വാസ്യ ഓടിച്ചിട്ട്, യമുനയിൽ നിന്ന് അവനെ ഓടിച്ചിട്ട് യമുനയെ നിർവിഷോദക വിഷമില്ലാത്ത വെള്ളത്തോടു കൂടിയതായി അസൗ ഇവൻ ചക്രേ ചെയ്തു. അപ്പോൾ ഉഗ്രവിഷമുള്ള കാളിയനെ അമർച്ച ചെയ്ത് അവൻ്റെ മതമെല്ലാം നശിപ്പിച്ച് അവനെ കാളിന്തിയിൽ നിന്ന് ഓട്ടിച്ചിട്ട് കാളിന്തി വിഷം അല്ലാതെ ആക്കി തീർത്തു. അപ്പോൾ ഇങ്ങനെ ഓരോ ലീലകളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആശീ വിഷതമാഹീന്ദ്രം ദമിത്വാ വിമതം ഹൃദാത് പ്രസഹ്യോ ഉദ്വാസ്യ യമുനാം ചക്രേസൗ നിർവിഷോദകാം. ശ്ലോകം 13. ദുസ്ത്യജ ചാനുരാഗോസ്മിൻ സർവേഷാനു വ്രജൗകസാം നന്ദത്തെ തനയേ അസ്മാസു അസ്യാപ്യ ഔത്പത്തിക കഥം. ദുസ്ത്യജഃ ച അനുരാഗഃ അസ്മിൻ സർവേഷാം നഃ വ്രജൗകസാം നന്ദത്തെ തനയേ അസ്മാസു തസ്യ അപി ഔത്പത്തിക കഥം. നന്ദ, ഹേ നന്ദ, തേ അങ്ങയുടെ, അസ്മിൻ തന്നെ ഈ പുത്രനിൽ, വ്രജൗകസാം വ്രജത്തിൽ വസിക്കുന്ന സർവേഷാം അഖിലന്മാരായ എന്നുവെച്ചാൽ എല്ലാം, നഹ ഞങ്ങൾക്ക്, ദുസ്ത്യജഹ ത്യജിക്കാൻ സാധിക്കാത്ത അനുരാഗ സ്നേഹാധിക്യവും, തസ്യാപി അവനും, അസ്മാസു ഞങ്ങളിൽ, ഔത്പത്തിക സ്വാഭാവികമായ അനുരാഗവും കഥം എങ്ങനെ ഉണ്ടായി. അപ്പോൾ ഗോകുലത്തിൽ വസിക്കുന്ന അങ്ങയുടെ പുത്രനിൽ ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹം, അവനും അതുപോലെ ഞങ്ങളിൽ ഭയങ്കര സ്നേഹമാണ്. ഇത് എങ്ങനെ ഉണ്ടായി? ദുസ്ത്യജാനുരാഗോസ്മിൻ സർവേഷാം നോ വ്രജൗകസാം നന്ദത്തെ തനയേ അസ്മാസു തസ്യാപ്യ ഔത്പത്തിക കഥം. ശ്ലോകം 14. ഗോവർദ്ധന ഉദ്ധാരണത്തെ പറ്റി പറയാം. കോ സപ്തഹായനോ ബാല കോ മഹാദ്രിവിധാരണം തതോ നോ ജായതേ ശങ്ക വ്രജനാഥ തവാത്മജേ. കോ സപ്തഹായനഃ ബാലക. സപ്തഹായനഃ ബാലക. സപ്തഹായന വെച്ചാൽ 7 വയസ്സ് പ്രായമുള്ള ബാലക, കുട്ടി. കോ എവിടെ? ഈ 7 വയസ്സ് പ്രായമുള്ള ഈ കൊച്ചുകുട്ടി എവിടെയാണ്? മഹാദ്രിവിധാരണം മഹത്തായ പർവ്വതത്തെ ധരിക്കുക എന്നത് ക്വാ എവിടെ? ഈ കൊച്ചുകുട്ടി ഈ വലിയ പർവ്വതത്തെ കയ്യിൽ ഉയർത്തി എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? തതഹ അതുകൊണ്ട് വ്രജനാഥ വ്രജപതിയായുള്ളവനെ, തവ അങ്ങയുടെ ആത്മജയ പുത്രനിൽ, നഹ ഞങ്ങൾക്ക് ശങ്ക സംശയം ജായത ഉണ്ടാകുന്നു. അപ്പോൾ ഇവൻ ഒരു കുട്ടിയാണോ? ഞങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നു. ഇവൻ ആരാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത്രയും പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ഇവൻ ആരാണ്? കോ സപ്തഹായനോ ബാല കോ മഹാദ്രിവിധാരണം തതോ നോ ജായതേ ശങ്ക വ്രജനാഥ തവാത്മജേ. അപ്പോൾ നന്ദം പറയുകയാണ്. നന്ദ ഉവാച. ശ്ലോകം 15. ശൂയതാമേ വജോ ഗോപാ വേദുശങ്കാച ഓ അർഭഗേ ഏനം കുമാരം ഉദ്ദിശ്യ ഗർഗോ മേ യദു ഉവാചഃ. ശൂയതാം മേ വജഃ ഗോപാഃ വേദു ശങ്ക ച വഹ അർഭഗേ ഏനം കുമാരം ഉദ്ദിശ്യ ഗർഗഃ മേ യത് ഉവാചഃ. ഗോപാഹ ഹേ ഗോപന്മാരെ, മേ വജഹ എൻ്റെ വാക്കുകളെ, ശൂയതാം കേൾക്കുക. അർഭകെ ബാലകനിൽ ഈ കുട്ടിയിൽ വഹ നിങ്ങൾക്കുള്ള ശങ്കാച്ച സംശയം വേദു ഇല്ലാതാകട്ടെ. അപ്പോൾ യവൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ യവനിലുള്ള സംശയം നിങ്ങൾക്ക് ഇല്ലാതാകട്ടെ. ഗർഗമുനി ഏനം കുമാരം ഈ കുട്ടിയെ ഉദ്ദേശിച്ചിട്ട് മേ എന്നോട് യാതൊന്ന് ഉവാച സ്പഷ്ടമായി പറഞ്ഞുവോ അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇവന് പേരിടാൻ വന്നപ്പോൾ ഗർഗമുനി ഇവനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു.
ഈ കുട്ടി പരമാത്മാവ് തന്നെയാണ്, കേവലം മനുഷ്യനല്ല എന്നുള്ള കാര്യം പറഞ്ഞു തന്നു. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇനി 16 മുതൽ 23 വരെയുള്ള ശ്ലോകങ്ങൾ ഗർഗമുനി പറഞ്ഞതാണ് പറയുന്നത്. നന്ദഗോപർ പറഞ്ഞു കൊടുക്കുകയാണ് അവരോട്. നന്ദ ഉവാചാം ശൂയതാമേ വചോ ഗോപ വേദുശങ്കാച വോർഭഗേ ഏനം കുമാരമുദ്ദിശ്യ ഗർഗോമേയത് ഉവാചഹ. ശ്ലോകം 16. വർണ്ണാസ്ത്രയ കിലാസ്യാസൻ ഗൃണ്ണതോ അനുയുഗം തനു ശുക്ലോ രക്തസ്തഥാ പീത ഇദാനീം കൃഷ്ണതാഗതഃ. വർണ്ണാഃ ത്രയഃ കില അസ്യ ആസൻ ഗൃണ്ണതഃ അനുയുഗം തനുഃ ശുക്ലഃ രക്തഃ തഥാ പീതഃ ഇദാനീം കൃഷ്ണതാം ഗതഃ. അനുയുഗം, യുഗം തോറും തനുഹു, ദേഹങ്ങളെ ഗൃണ്ണത സ്വീകരിക്കുന്ന ഇവൻ. അപ്പോൾ ഇവൻ സാധാരണ മനുഷ്യനല്ല, യുഗം തോറും ഓരോ ശരീരം ഇവൻ സ്വീകരിക്കും. അങ്ങനെ സ്വീകരിക്കുന്ന അസ്യ ഇവന് ത്രയഃ 3 വർണ്ണാഹ 3 നിറങ്ങൾ ആസൻ കില ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഓരോ യുഗത്തിലും ഇവൻ ജനിക്കും, ഓരോ യുഗത്തിലും ഇവന് ഓരോ നിറമാണ്. അപ്പോൾ 3 യുഗങ്ങളിൽ ഇവന് 3 നിറങ്ങളായിരുന്നു. ശുക്ലഹ, ആദ്യത്തെ യുഗത്തിൽ വെളുപ്പ് നിറമായിരുന്നു. രക്തഹ, രണ്ടാമത്തെ യുഗത്തിൽ രക്തവർണ്ണമായിരുന്നു. തഥ, അപ്രകാരം മൂന്നാമത്തെ യുഗത്തിൽ പീതഹ, മഞ്ഞ. ഇതാനി, ഇപ്പോഴോ കൃഷ്ണതാം, കൃഷ്ണനിറം, ഇപ്പോൾ കറുപ്പ നിറമാണ്, അല്ലെങ്കിൽ മേഘവർണ്ണമാണ്. ഗതഹ, പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇവൻ യുഗം തോറും ഓരോ നിറത്തിലാണ് അവതരിക്കുന്നത്. ഇപ്പോൾ ഇവന് കൃഷ്ണ നിറമാണ്, കറുത്ത നിറമാണ് ഇവൻ സ്വീകരിച്ചിരിക്കുന്നത്. വർണ്ണാസ്ത്രയ കിലാസ്യാസൻ ഗൃണ്ണതോ അനുയുഗം തനു ശുക്ലോ രക്തസ്തഥാ പീത ഇദാനീം കൃഷ്ണതാഗതഃ. ശ്ലോകം 17. പ്രാഗയം വസുദേവസ്യ ക്വചിത് ജാതാ തവാത്മജഃ വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാ സംപ്രചക്ഷതേ. പ്രാഗ് അയം വസുദേവസ്യ ക്വചിത് ജാതഃ തവാത്മജഃ വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാഃ സംപ്രചക്ഷതേ. ശ്രീമാൻ, ശ്രീമാനായ അയം, ഈ തവ നിന്റെ ആത്മജഃ പുത്രൻ. ഇത് ഗർഗമുനി പറഞ്ഞതാണ്. പണ്ട് നിന്റെ ഈ പുത്രൻ പ്രാഗ് മുമ്പ് ക്വചിത് ഒരിക്കൽ വസുദേവസ്യ വസുദേവന്റെ പുത്രനായിട്ട് ജാതക ജനിച്ചിരിക്കുന്നു. അപ്പം മുമ്പവൻ വസുദേവന്റെ പുത്രനായിട്ട് ജനിച്ചു. അഭിജ്ഞ, അറിവുള്ളവർ, വാസുദേവ ഇതി വാസുദേവൻ എന്ന് സംപ്രത്യക്ഷതയെ പറയുന്നു. അപ്പോൾ ഇവൻ വസുദേവന്റെ പുത്രനായിരുന്നു, അതുകൊണ്ട് ഇവനെ വാസുദേവനെന്ന് ചിലർ പറയുന്നു. പ്രാഗയം വസുദേവസ്യ ക്വചിജ്ജാതാ തവാത്മജഃ വാസുദേവ ഇതി ശ്രീമാൻ അഭിജ്ഞാ സംപ്രചക്ഷതേ. ശ്ലോകം 18. ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുദസ്യതേ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാഹ. ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുദസ്യതേ. തേ, നിന്റെ സുദസ്യ പുത്രന് ഗുണകർമാനുരൂപാണി, ഗുണങ്ങളെയും കർമ്മങ്ങളെയും അനുസരിച്ച് ബഹൂനി ധാരാളം നാമാനി നാമങ്ങളും രൂപാണിച്ച രൂപങ്ങളും സന്ധി ഉണ്ട്. അപ്പോൾ ഗർഗമുനി അന്ന് പറഞ്ഞിട്ടുണ്ട്, നിന്റെ മകന് ഗുണങ്ങളനുസരിച്ച് പല നാമങ്ങൾ ഉണ്ട്. താനി, അവയെ അഹം, ഞാൻ വേദ അറിയുന്നു. അപ്പോൾ ഗർഗമുനി അന്ന് പറഞ്ഞു, ഞാൻ അതെല്ലാം അറിയുന്നു. ജനാഹ, ജനങ്ങൾ നോ, അറിയുന്നില്ല. മറ്റുള്ളവർ അറിയുന്നില്ല, ഞാൻ അറിയുന്നു. ഇവൻ്റെ കർമ്മങ്ങൾ അനുസരിച്ച് ഇവന് ഇഷ്ടം പോലെ ഓരോ അസുരന്മാരെ കൊല്ലുമ്പോഴും ഇവന് ഇഷ്ടം പോലെ രൂപങ്ങൾ, അതനുസരിച്ച് ബഹുവിധ നാമങ്ങളും ജനങ്ങൾ കൊടുക്കുന്നു. അങ്ങനെ ബഹുവിധ നാമങ്ങൾ നിന്റെ പുത്രനുണ്ട്, അത് ഞാൻ അറിയുന്നു, സാധാരണ ജനങ്ങൾ അറിയുന്നില്ല. ബഹൂനി സന്ധി നാമാനി രൂപാണി ച സുദസ്യതേ ഗുണകർമാനുരൂപാണി താന്യഹം വേദനോ ജനാഹ. ശ്ലോകം 19. യേശവാശ്രയ ആഥാസ്യാത് ഗോപഗോകുലനന്ദനഃ അനേന സർവദുർഗാണി യൂയം അഞ്ചസ്തരിഷ്യഥ. യേശഃ, ഇവൻ, വഹ, നിങ്ങൾക്ക്, ശ്രേയസിനെ, ആധാസ്യത് ഉണ്ടാക്കി തരും, നിങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാക്കി തരും ഇവൻ. ഗോപഗോകുല നന്ദനഃ, ഗോപന്മാരെയും ഗോകുലത്തെയും സന്തോഷിപ്പിക്കുന്നവനായി തീരും.
യൂയം അഞ്ച തരിഷ്യത. യൂയം നിങ്ങൾ അനേന ഇവൻ നിമിത്തം സർവദുർഗാണി സർവ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും അഞ്ചക സുഖമായിട്ട് തരിഷ്യത കടക്കും. നിങ്ങൾക്ക് എന്തൊക്കെ ദുഃഖമുണ്ടാകുന്നുവോ അതെല്ലാം ആ ദുഃഖങ്ങളെ അവൻ ഇല്ലാതാക്കി തീർക്കും. യേശവാശ്രേയ ആധാസ്യ ഗോപഗോകുല നന്ദനഃ അനേന സർവദുർഗാണി യൂയമഞ്ച തരിഷ്യതാം. ശ്ലോകം 20. പുരാനേന വ്രജപദേ സാധവോദസ്യ പീഡിതാഃ അരാജകേ രക്ഷ്യമാണ ജിഗുർദസ്യൂൻ സമേധിതാഃ. പുരാ അനേന വ്രജപദേ സാധവഃ ദസ്യു പീഡിതാഃ അരാജകേ രക്ഷ്യമാണ ജിഹുഹു ദസ്യൂൻ സമേധിതാഃ. വ്രജപദേ, ഹേ വ്രജനാഥ. അതാര് പറയുന്നതാണ്? ഗർഗമുനി പറയുന്നതാണ്. ഹേ നന്ദഗോപരെ, പുര പണ്ട് അരാജകെ രാജാവില്ലായിരുന്നപ്പോൾ ദസ്യു പീഡിതാഹ ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെട്ട സാധവ സാധുക്കൾ അനേന ഇവനാൽ രക്ഷ്യമാണ് രക്ഷിക്കപ്പെട്ടവരായി സമേധിത നന്നായി വർദ്ധിക്കപ്പെടുന്നവരായിട്ട് ദസ്യു ദുഷ്ടന്മാരെ ജിഹു ജയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങയുടെ പുത്രനായ ഇവൻ പണ്ട് രാജാക്കന്മാരില്ലാതിരുന്നപ്പോൾ ദുഷ്ടന്മാരായ കള്ളന്മാരുടെ ഉപദ്രവത്തിൽ പെട്ട സജ്ജനങ്ങളെ രക്ഷിച്ച് അവർക്ക് വേണ്ടതെല്ലാം കൊടുത്ത് പരിപാലിക്കുകയും ദുഷ്ടന്മാരെ മുഴുവൻ ജയിക്കുകയും ചെയ്തിരിക്കുന്നു. പുരാനേന വ്രജപദേ സാധവോദസ്യു പീഡിതാഃ അരാജകേ രക്ഷ്യമാണ ജിഹ്യുർ ദസ്യൂൻ സമേധിതാഃ. ശ്ലോകം 21. യേതസ്മിൻ മഹാഭാഗ പ്രീതിം കുർവന്തി മാനവാഃ ന അരയോ അഭിഭവത്യേതാൻ വിഷ്ണുപക്ഷാൻ ഇവാസുരാഃ. ഏതസ്മിൻ മഹാഭാഗാഃ പ്രീതിം കുർവന്തി മാനവാഃ ന അരയഃ അഭിഭവന്തി ഏതാൻ വിഷ്ണുപക്ഷാൻ ഇവ അസുരാഃ. മഹാഭാഗാഃ ഏറ്റവും ഭാഗ്യവാന്മാരായ മാനവാഃ യാതൊരു മനുഷ്യർ ഏതസ്മിൻ ഇവനിൽ പ്രീതിം സ്നേഹത്തെ കുർവന്തി ചെയ്യുന്നുവോ ഏതാൻ ഇവരെ വിഷ്ണുപക്ഷാൻ വിഷ്ണുപക്ഷക്കാരെ അസുരാ ഇവ അസുരന്മാർ എന്ന പോലെ അരയഹ ശത്രുക്കൾ ന അഭിപതന്തി ഉപദ്രവിക്കുകയില്ല. അപ്പോൾ വിഷ്ണുപക്ഷക്കാരെ അസുരന്മാർ ഉപദ്രവിക്കാത്തതുപോലെ ശത്രുക്കൾക്ക് യാതൊരു ഉപദ്രവവും ചെയ്യാൻ കഴിയുകയില്ല. ഇവൻ ഉള്ളതുകൊണ്ട് ഇവൻ നിങ്ങളെയും ഇതുപോലെ രക്ഷിക്കും. ബഹുജന്മങ്ങളിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായി ജനിച്ചിരിക്കുന്ന ദുർലഭം ചില മനുഷ്യർക്ക് മാത്രമേ ഇവനിൽ പരിശുദ്ധമായ സ്നേഹം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടായി വന്നാൽ വിഷ്ണുപക്ഷക്കാരെ അസുരന്മാർ ഉപദ്രവിക്കാൻ അവർക്ക് പറ്റുകയില്ല. അതുപോലെ നിങ്ങളെ ശത്രുക്കൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയുകയില്ല. ഇവനിൽ സ്നേഹം ഉണ്ടായിരുന്നാൽ മതി. ഏതസ്മിൻ മഹാഭാഗ പ്രീതിം കുർവന്തി മാനവാഃ നാരയോ അഭിഭവത്യേതാൻ വിഷ്ണുപക്ഷാൻ ഇവാസുരാഃ. ശ്ലോകം 22. തസ്മാത് നന്ദകുമാരോയം നാരായണ സമോ ഗുണൈ ശ്രിയാ കീർത്താനുഭാവേന തത്കർമ്മസു ന വിസ്മയഃ. തസ്മാത് നന്ദഃ അപ്പോൾ അതുകൊണ്ട് നന്ദാഹേ നന്ദ അയം കുമാരഃ ഈ കുട്ടി ഗുണൈഹി ഗുണങ്ങൾ കൊണ്ട് നാരായണ സമഹ നാരായണന് തുല്യമാണ്. നാരായണൻ എന്ന് പറഞ്ഞു കൊടുത്തില്ല ഗർഗമുനി. ഇവൻ ഗുണങ്ങൾ കൊണ്ട് നാരായണന് തുല്യമാണ്. ശ്രിയ ഐശ്വര്യം കൊണ്ട് കീർത്തിയാക കീർത്തി കൊണ്ടും അനുഭാവേന മാഹാത്മ്യം കൊണ്ടും തത്കർമ്മസു അവൻ്റെ പ്രവൃത്തികളിൽ വിസ്മയം ആശ്ചര്യമില്ല. ആശ്ചര്യം ഇല്ല. അപ്പോൾ ഇവൻ
ഗുണങ്ങൾ കൊണ്ട് നാരായണന് സമമാണ്. അതുകൊണ്ട് യവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിങ്ങൾ പെടേണ്ട കാര്യമില്ല. തസ്മാ നന്ദകുമാരോയം നാരായണ സമോ ഗുണൈ ഷിയാകീർത്താനുഭാവേന തത്കർമ്മസ്സു ന വിസ്മയഃ. ശ്ലോകം 23. ഇത്യഥാ മാം സമാദിശ്യ ഗർഗേ ച സ്വഗൃഹം ഗതേ മന്യേ നാരായണസ്യാംശം കൃഷ്ണം അക്ലിഷ്ടകാരിണം. ഇതി അർത്ഥ, ഇതി ഇപ്രകാരം, അർത്ഥ സത്യമായിട്ട്, മാം എന്നോട്, ഗതേ മാം സമാദിശ പറഞ്ഞിട്ട്, ഗർഗമുനി ഗർഗൻ സ്വഗൃഹം സ്വഗൃഹത്തെ ഗതേ പോയപ്പോൾ, അക്ലിഷ്ടകാരണം ക്ലേശം കൂടാതെ പ്രവർത്തിക്കുന്ന കൃഷ്ണനെ നാരായണസ്യ അംശം, നാരായണന്റെ അംശമെന്ന് മന്യേ വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം ഗർഗമുനി പറഞ്ഞിട്ട് പോയപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം വച്ച്, നമ്മളിവിടെ കാണുന്നതെല്ലാം വച്ച് ഞാൻ വിചാരിച്ചു ഇവൻ നാരായണന്റെ അംശം തന്നെ എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ നാരായണന്റെ അംശമെന്ന് മാത്രമേ നന്ദഗോപരും വിശ്വസിച്ചുള്ളൂ. കൃഷ്ണസ്തു സ്വയം ഭഗവാൻ, കൃഷ്ണൻ തന്നെ സ്വയം നാരായണൻ തന്നെയാണ് കൃഷ്ണൻ എന്ന് നന്ദന് തോന്നിയില്ല. അപ്പോൾ നാരായണന്റെ അംശമാണെന്ന് നന്ദന് മനസ്സിലായി. ഇത്യഥാ മാം സമാദിശ്യ ഗർഗേ ച സ്വഗൃഹം ഗതേ മന്യേ നാരായണസ്യാംശം കൃഷ്ണം അക്ലിഷ്ടകാരിണം. ശ്ലോകം 24. ഇതി നന്ദവച ശ്രുത്വാ ഗർഗഗീതം പ്രജൗഗസഃ ദൃഷ്ടശ്രുതാനുഭാവാസ്തേ കൃഷ്ണസ്യാമിത തേജസഃ മുദിത നന്ദം ആനർച്ചു കൃഷ്ണം ച ഗതവിസ്മയാഃ. ഇതി നന്ദവചഃ ശ്രുത്വാ ഗർഗഗീതം വ്രജൗഗസ ദൃഷ്ടശ്രുത അനുഭാവാഃ തേ കൃഷ്ണസ്യ അമിത തേജസഃ. അമിത തേജസ്സഹ അളവുറ്റ മഹിമയുള്ള കൃഷ്ണന്റെ ദൃഷ്ടശ്രുതാനുഭാവാഹ അനുഭാവത്തെ കേൾക്കുകയും കാണുകയും ചെയ്ത തേ വ്രജൗഹസ ആ വ്രജവാസികൾ ഗർഗഗീതം ഗർഗൻ പറഞ്ഞ നന്ദവാക്യത്തെ ഇതി ഇപ്രകാരം ശ്രുത്വ കേട്ടിട്ട് മുദിത സന്തോഷമുള്ളവരായി ഗതവിസ്മയാഹ ആശ്ചര്യം ഇല്ലാത്തവരായിട്ട് നന്ദനെയും കൃഷ്ണനെയും ആനർച്ചു പൂജിച്ചു. അപ്പോൾ അവർക്ക് ഗർഗമുനി പറഞ്ഞത് നന്ദനിൽ നിന്ന് കേട്ടപ്പോൾ ആ കൃഷ്ണനിലുള്ള എല്ലാ സംശയവും തീർന്നു. കൃഷ്ണൻ നാരായണന്റെ അംശം തന്നെയാണ്. അപ്പോൾ കൃഷ്ണൻ ചെയ്ത പ്രവൃത്തികൾക്ക് ഒരു ആശ്ചര്യവുമില്ല, നാരായണന്റെ അംശമാണല്ലോ. അപ്പോൾ ഭഗവാൻ തന്നെയാണെന്ന് വിചാരിച്ച് അവർ കൃഷ്ണനെയും അതുപോലെ നന്ദഗോപരെയും പൂജിച്ചിട്ട് അവിടെ നിന്നും പോയി. ഇതി നന്ദവച ശ്രുത്വാ ഗർഗഗീതം വ്രജൗഗസഃ ദൃഷ്ടശ്രുതാനുഭാവാസ്തേ കൃഷ്ണസ്യാമിത തേജസഃ മുദിത നന്ദമാനർച്ചു കൃഷ്ണം ച ഗതവിസ്മയാഃ. ശ്ലോകം 25. ദേവേ വർഷതി യജ്ഞവിപ്ലരുഷാ വ്രജാശ്മവർഷാനിലൈ സീതത്പാലപശുസ്ത്രിയാത്മചരണം ദൃഷ്ടാനുകമ്പി ഉത്സ്മയൻ ഉത്പാട്യേകകരേണ ശൈലമബലോ ശീലോത്ശ്രീന്ദ്രം യഥാ ബിഭ്രദ്ഗോഷ്ടമവാദത് മഹേന്ദ്രം മദഭേദ് പ്രിയാന്ന ഇന്ദ്രോ ഗവാം. ദേവേ വർഷതി യജ്ഞവിപ്ലരുഷാ വജ്ര അശ്മ വർഷാനിലൈഃ സീതത്പാലപശുത്രി ആത്മശരണം ദൃഷ്ട അനുകമ്പി ഉസ്മയൻ ഉത്പാട്യൈ ഏകകരേണ ശൈലം അബലോ ശീലോ ഉച്ഛ്ലീന്ദ്രം യഥാ ബിഭ്രത് ഗോഷ്ടം അവാദ് മഹേന്ദ്രമദഭിത് പ്രിയാന്ന ഇന്ദ്രഃ ഗവാം. ദേവേ വർഷതി യജ്ഞ വിപ്ലവ രുഷാ യാഗത്തെ നശിപ്പിച്ചപ്പോൾ ഉണ്ടായ ദേഷ്യത്താൽ രുഷ യജ്ഞവിപ്ലവരുഷ യാഗത്തെ നശിപ്പിച്ചപ്പോൾ, അതായത് ഇന്ദ്രന് യാഗം നടത്താൻ തീരുമാനിച്ചപ്പോൾ ഭഗവാനല്ലേ ഗോവർദ്ധന പർവ്വതത്തിന് യാഗം നടത്തണമെന്ന് പറഞ്ഞത്. അപ്പോൾ യാഗത്തെ നശിപ്പിച്ചപ്പോൾ ഉണ്ടായ ദേഷ്യത്താൽ ദേവേന്ദ്രൻ
വർഷതി വർഷിക്കും വിഷയത്തിൽ മഴ പെയ്യിപ്പിച്ചപ്പോൾ വജ്രാശ്മ വർഷ അനിലൈഹി വജ്ര അശ്മ ഇടി കൽമാരി കൊടുങ്കാറ്റ് ഇവയാൽ സീതത് പാല പശുസ്ത്രീ തളർന്നിരിക്കുന്ന ഗോപന്മാർ പശുക്കൾ സ്ത്രീകൾ ഇവരോട് കൂടിയതും ആത്മശരണം താനാകുന്ന രക്ഷയോട് കൂടിയതുമായ വ്രജത്തെ ദൃഷ്ട്വ കണ്ടിട്ട് അനുകമ്പി ദയയുള്ളവനായ അബല ചെറിയ കുട്ടി കൃഷ്ണൻ ഉസ്മയൻ പുഞ്ചിരിച്ചുകൊണ്ട് ലീലയോ ഉച്ഛ്ലീന്ദ്രം യഥ കളിക്കാനുള്ള ഒരു കൂണെന്ന് ഉച്ഛ്ലീന്ദ്രം എന്ന് വെച്ചാൽ കൂണെന്ന പോലെ നേരത്തെ നമ്മൾ പഠിച്ചു ഏക കരേണ ഒരു കൈ കൊണ്ട് ശൈലം പർവ്വതത്തെ ഉത്പാട്ടിയ വലിച്ചെടുത്തിട്ട് ബിഭ്രത് ധരിച്ച് കയ്യിൽ പിടിച്ചുകൊണ്ട് മഹേന്ദ്ര മതഭി ദേവേന്ദ്രൻ്റെ മതത്തെ അഹങ്കാരത്തെ നശിപ്പിച്ചവനായ ഗവാമിന്ദ്ര ഈ ഗോക്കളുടെ ഇന്ദ്രൻ മറ്റേ സ്വർഗലോകത്തെ ഇന്ദ്രനല്ല ഇത് ഗോക്കളുടെ ഇന്ദ്രനായ ഗവാമിന്ദ്ര ഗോഷ്ടം ഗോകുലത്തെ അപാദത് പാലിച്ചു ഗോക്കളുടെ ഇന്ദ്രനായ ആ കൃഷ്ണൻ ഗോകുലത്തെ പാലിച്ചു ഞങ്ങളുടെ നേരെ പ്രിയാത് പ്രീതിയുള്ളവനായി വരേണമേ. ഇപ്പം ഇവിടെ ഇത് ശ്രീശുക മഹർഷി കൃഷ്ണപ്രീതിക്കായി പ്രാർത്ഥിക്കുകയാണ്. ഗോവർദ്ധന ഉദ്ധാരണത്തെ സ്മരിച്ചുകൊണ്ട് ശ്രീശുക മഹർഷി കൃഷ്ണപ്രീതിക്കായി പ്രാർത്ഥിക്കുന്ന ഒരു ശ്ലോകമാണിത്. യാഗം മുടക്കിയപ്പോൾ ക്രോധിച്ച ഇന്ദ്രൻ എന്ത് ചെയ്തു? ഗോകുലത്തെ നശിപ്പിക്കാനായി കഠിനമായ മഴ പെയ്യിപ്പിച്ചു. അപ്പോൾ തളർന്നപ്പോൾ ഭഗവാൻ രക്ഷിക്കണേ എന്ന് പറഞ്ഞപ്പോൾ ഭഗവാൻ ഗോവർദ്ധനത്തെ പൊക്കിപ്പിടിച്ച് അവരെ രക്ഷിച്ചു. അങ്ങനെയുള്ള ആ ഭഗവാനെ ശ്രീഹരി ഞങ്ങളുടെ നേരെയും പ്രസാദിക്കണേ എന്ന് പറഞ്ഞാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. ദേവേ വർഷതി യജ്ഞവിപ്ലരുഷ വജ്രാശ്മവർഷാനിലൈ സീതത്പാല പശുസ്ത്രീയാത്മചരണം ദൃഷ്ടാനുകമ്പി ഉത്സ്മയൻ ഉത്പാട്യേകകരണ കരേണ ശൈലമബലോ ശീലോച്ഛ്രീലേന്ദ്രം യഥാ ബിഭ്രദ്ഗോഷ്ടമപാത്മകേന്ദ്രമതഭേത് പ്രിയാന ഇന്ദ്രോ ഗവാം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ പൂർവാർദ്ധേ നന്ദസ്യ ഗർഗോക്തി കഥനം നാമ ഷഡ്വിംശോധ്യായഃ സമ്പൂർണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി 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 സ്മരണ കരോ ഹരിചരണ കമല ധ്യാന കരോ മുരളീ മാധവ സേവാ കരോ മുരഹര ഗിരിധാരി സ്മരണ കരോ മുരഹര ഗിരിധാരി സ്മരണ കരോ. ഹരി ഓം തത്സത് ഹരി ഓം തത്സത് ഹരി ഓം തത്സത്.